സ്കിൻ കെയർ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പുറകെ പോകാൻ പാടില്ല. നീ നിർബന്ധമായും ചെയ്യണം. കാരണം നിന്റെ മുഖത്ത് ഒരുപാട് പാടുകളുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിന്റെ മുഖത്തെയും തലക്കുള്ളിയും ചളിയെല്ലാം പോകും. സംഭവം നീ വലിയ ബ്യൂട്ടീഷ്യനൊക്കെ ആയിരിക്കും, പക്ഷെ എന്നെ എപ്പോഴും ഈ സ്പെസിഫിക് ആക്കി വെക്കുന്നത് അത്ര ശരിയായിട്ടുള്ള പരിപാടിയാണ്. നിനക്ക് എന്നെ ഒരു വിലയില്ല. ഇതെല്ലാം കൂടെ തേച്ച് തടിച്ച് പൊങ്ങി അവസാനം പെൺപിള്ളേരും എന്നെ നോക്കാതാവോ? നിന്നെ അങ്ങനെയെങ്കിലും വല്ല പെൺപിള്ളേരും നോക്കട്ടെ. അയ്യോ, അവക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. അനു, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. നമുക്കൊരു കല്യാണം കഴിച്ചാലോ? ലുക്ക് അക്ഷയ്, കണ്ണിൽ കുക്കുംബർ വെച്ചിട്ട് ഞാൻ എങ്ങനെ ലുക്കും? എന്നാ നീ കേക്ക്. നമുക്കൊരു പ്ലേറ്റോണിക് റിലേഷൻഷിപ്പിൽ ഇരുന്നാ പോരെ? ഞാൻ ഈ ഫ്ലാറ്റിൽ വന്ന അന്നോട്ട് കേൾക്കുന്ന പ്ലാറ്റോണിക്ക്. എന്റെ ഫോൺ അടിക്കുന്നു. ആരാ? നോക്കട്ടെ. അച്ഛൻ. അച്ഛപ്പിലോട്ട് അച്ഛാ. ആ മോനെ, നീ റൂമിലാണാ? അതെ അച്ഛാ, ഞാൻ റൂമിലാണ്, പഠിച്ചോണ്ടിരിക്കുക. അടുത്ത ആഴ്ച എക്സാം അല്ലേ? ഓ നല്ല മോൻ. എടാ, ഞാൻ നിനക്കൊരു സർപ്രൈസ് ആവുന്നുണ്ട്. ഞാൻ വീട്ടിലെത്തി. അതിലെന്താ എത്ര സർപ്രൈസ്? എടാ, ഞാൻ നീ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയെന്ന്. ആ എടാ, നീ ഏത് നിലയിലാണ് താമസിക്കുന്നത്? 15. ലിഫ്റ്റ് ഉണ്ടാവുമല്ലോ. എന്റെ അച്ഛൻ താഴെ വന്നിട്ടുണ്ട്. മുകളിലോട്ട് കയറി വരും. നമ്മളെന്നെ മേടിക്കണേ കാര്യം പറഞ്ഞപ്പോഴേ. നിന്റെ മറ്റേ പ്ലാറ്റോണിക് റിലേഷൻഷിപ്പ് അയാൾക്ക് മനസ്സിലാവില്ല. അയാൾ പഴയ 10ാം ക്ലാസ് ഗുസ്തിയാണ്. നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ആദ്യം നിന്റെ അച്ഛന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്നാ പെട്ടെന്ന് ക്ലിയർ ചെയ്യും. ഇനി ഒരു നിലയെങ്കിലും കയറി കഴിഞ്ഞാൽ 15. ഇവനിത് എവിടെയാണ്? ഇത് വന്ന വഴി മറന്നല്ലേ ഇത്? മോനെ, എടാ നിനക്കെന്താ തുണിയിലക്കാ പണി? അയ്യോ, കണ്ണിലൊക്കെ ആകെ ഇട്ടേറല്ല ദൈവമേ. ഞാനിവിടെ കിടന്ന് ചത്തു. എടാ അക്ഷയ്, എന്റെ പൊന്നണ്ണ, എന്റെ മോനൊക്കെ അക്ഷയ്. അക്ഷയ് എല്ലാം കൂടെ പെട്ടെന്ന് കെട്ടിപ്പൂട്ടി വെക്കണേ. നീ തക്കൻ ലോക്ക് ചെയ്തോ? ലോക്ക് വർക്കില്ലല്ലോ. അത് ശരിയാണല്ലോ. എന്നാ പിന്നെ നിനക്ക് അപ്പുറത്തെ റൂമിൽ കയറിയാ പോരായിരുന്നോ? ഒന്നും വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ഇതാണാ നിന്റെ 15ാമത്തെ നില? ഇരിക്കേ, ഞാൻ 15 മിനിറ്റ് എന്നല്ലേ പറഞ്ഞത്? 15 നിലയെന്നാണ് നീ പറഞ്ഞത്. ഞാൻ ലിഫ്റ്റ് കംപ്ലൈന്റ് ആണെങ്കിൽ അതെങ്കിലും പറയണ്ടേ? ഓ, അത് ഞാൻ പറഞ്ഞില്ല. ഒരൊറ്റ അടി വെച്ചതാണല്ല. നീ ക്രിക്കറ്റ് കളിക്കാൻ പോണ്ട? എന്താണ് ഈ മൊത്തമൊക്കെ ചോദിച്ചാണ്? അതോ, ഇതൊരു ഓർമ്മശക്തി ഒരാളെ ലേഖാച്ച് പഠിച്ചോണ്ടിരുന്നോണ്ട്. അച്ഛൻ വെറുതെ വന്നാണ്? ഓ, വെറുതെ എന്റെ കയ്യിൽ ഒരു സഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്താണെന്ന് ഒരു സഞ്ചി ഉണ്ടായിരുന്നു കയ്യിൽ. അത് ഈ വരുന്ന വഴിക്ക് ഏതോ നിലയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നീ എപ്പോഴാണെന്ന് വെച്ചാൽ പോയിരിക്കും. ഞാൻ നല്ല പെങ്കൊച്ചുള്ളൊരു വീട് പോലെ. അല്ല, നല്ല വൃത്തിമേനയൊക്കെ ഉണ്ടെന്ന്. അത് ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നേ ഉള്ളൂ. മറ്റു മുറികളൊക്കെ ഒന്ന് വിളിക്കാൻ. അല്ല, ഇവിടെ അങ്ങനെ കാണാൻ മാത്രമൊന്നുമില്ല. ഇതെന്താ മ്യൂസിയോ? അച്ഛൻ എന്തിനാ വന്നത്? എടാ, ഞാൻ നമ്മുടെ സുധാകരനല്ലേ, അവൻ്റെ കൂടെ വന്നാണ്. അവൻ്റെ മകൻ ഇവിടെ ഏതൊരു പെങ്കച്ചായിട്ട് പ്ലെയിൻ ടുഗദറാ. ലിവിങ് ടുഗദർ. രണ്ടും ഒന്ന് തന്നെ. എന്നിട്ട് എൻ്റെ മോനെ കണ്ട അവിടെ ഒരൊറ്റടി അവൻ തലറങ്ങി താഴെ. അങ്ങനെയൊക്കെ ചെയ്യും? ഉദാഹരണമല്ല, ഞാൻ പിന്നെ പെണ്ണാണെന്നാണ് നീ വിചാരിച്ചത്. അച്ഛൻ എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടിക്ക്? എടാ, നമുക്ക് നമ്മുടെ ഒരു സംസ്കാരം ഇല്ലേ? എടാ, ഒന്ന് ഇവിടെ ഉണ്ടാവും. അല്ല, ഈ മുറി വേണ്ട, നമുക്ക് ആ മുറി പോവാം. ഇവിടെ എന്താണ് പ്രശ്നം? അല്ല, ഇവിടെ വെള്ളം ഹീറ്റർ ഇല്ലാത്തോണ്ട്. വാ. ഒന്നുമില്ല. എന്താടാ? അല്ല, മൂത്രം ഒഴിക്കാൻ. എൻ്റെ ഒപ്പോ? അല്ല, ഞാൻ ആദ്യം മൂത്രം ഒഴിച്ചാൽ അച്ഛന് കുടിക്കാൻ എടുക്കാമല്ലോ. നിന്റെ മൂത്രോ? അല്ല, ജ്യൂസ്. പോടാ അവിടെ നിന്ന്. എന്താണെന്നോ
അവിടെ എന്തെങ്കിലും സാധനമകത്ത് കാണോ? മോനെ പരീക്ഷയൊക്കെയാണ്, കുഴപ്പരുത്. മര്യാദയ്ക്ക് ഒന്ന് പഠിച്ചോളണം. ഇവിടെ അടുത്ത വന്നപ്പോൾ നിന്നെ ഒന്ന് കാണാൻ കയറിയെന്നേ ഉള്ളൂ. ഞാൻ സഞ്ചി എടുക്കാൻ മറക്കല്ലേ കേട്ടോ. ഞാൻ നേരത്തെ കിട്ടി. ഇവിടെ പട്ടിനെ വളർത്തണ്ടേ? പട്ടി ഒരെണ്ണമുണ്ട്, ഒരു ശല്യക്കാരൻ പട്ടി മിട്ടു, മുറിയിലിട്ട് കൂട്ടി. ശരി, നല്ല ഇനമാണോ? അല്ല, അങ്ങനെ പറയത്തക്ക നല്ല ഇനമൊന്നും അല്ല. ഒന്ന് കാണട്ടെ വാ. അല്ല, കാണാൻ മാത്രമൊന്നുമില്ല. ഒക്കെ നിന്നേലും വലിയ പട്ടിയാ നോട്ടെ. പട്ടി മാത്രമുള്ള കുട്ടിയാണല്ലോ. ആരുടേത്? சார் கொஞ்சம் தலங்கோ சார். இந்த ரூம் க்ளீன் பண்ணி அடுத்தது பண்ணட்டே? இந்த ரூம் க்ளீன் பண்ணியதுக்கு அப்புறம் அந்த ரூம் க்ளீன் பண்ணா. ஆமா ஆமா ஆமா. இது யாரு சார், உங்களோட அப்பாவா? ஆமா, ரொம்ப ஹேண்ட்ஸமாவே இருக்கு. പണ്ട് ഇതിലും സൂപ്പറായിരുന്നു. அப்படியா? ഈ സമയത്താണ് ക്ലീനിങ്ങിനൊക്കെ വരുന്നത്. അത് ഇതുക്കപ്പുറം വേറെ ഒരുപാട് വീടുകൾ ഇருக்கு പോകാൻ. അപ്പോൾ ഇത് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ എന്താ മണ്ടനാന്ന് വിചാരിച്ചാ നീ? അതാ അച്ഛാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊരു പെങ്കൊച്ചുള്ള വീടിനെ പോലെ തോന്നുന്നു. ശരിയെന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ, നിങ്ങളുടെ പണി ഇറക്കട്ടെ. നന്ദി.